ഹലോ ഗായ്സ്, ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അപ്പൂസിൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. ഞങ്ങൾ 3 പേരും കൂടെ പളനിക്ക് പോവാണ് ഗായ്സ്. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവനതിൽ ഓടിച്ചാടി നടക്കുമായിരുന്നു. അവിടെ കണ്ട ഒരു വണ്ടി പോലെ എന്തോ ഒരു സാധനം, അത് കയറി അവൻ കളിക്കുകയൊക്കെ ആയിരുന്നു കുറേ നേരം. ഞങ്ങളെയും വിളിച്ച് അടുത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മയെ വീഡിയോ എടുക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അവന് ഓരോ ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണുമ്പോഴും അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ ഇതിനു മുമ്പ് അങ്ങനെ ട്രെയിനൊന്നും അങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല. അച്ഛയുടെ ആണെങ്കിൽ തോളത്ത് കയറി എപ്പോഴും നടപ്പാണ് പുള്ളിയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത്. ട്രെയിൻ സെക്കൻഡ് ക്ലാസ് ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റി. രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. രാത്രി 11 മണിക്കായിരുന്നു ട്രെയിന്. ഇത് രാവിലെ ആയി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പുകുട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ ഉറക്കമൊക്കെ ഏറ്റ് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഗായ്സ്. അവൻ ഉറങ്ങുകയാണ്. ഞങ്ങൾ മേളിലായിരുന്നു കിടന്നത്. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ എടുത്ത് കിടത്തുമായിരുന്നു. അങ്ങനെ ജനലിൽ ആണെങ്കിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ നല്ല രസമാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കാറ്റാടിപ്പാടങ്ങളും മലയും ഒക്കെ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ പോകുമ്പോൾ എക്സ്പീരിയൻസ് വേറെ ഒന്ന് തന്നെയാണ്. അടിപൊളിയായിരുന്നു. എത്ര കാറ്റാടിപ്പാടം കണ്ടെന്ന് അറിയത്തില്ല, ഒരുപാട് കാറ്റാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഏറ്റ് കഴിഞ്ഞാൽ സമൂസയും ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവന് വേണമെന്ന് പറഞ്ഞ് അവന് സമൂസയൊക്കെ മേടിച്ചു കൊടുത്ത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവനത് നല്ലോണം കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കഴിക്കുന്നേക്കാളും കൂടുതൽ അവന് ഓടി നടക്കാനും വർത്താനം പറയാൻ രാത്രി കയറിയതുകൊണ്ട് തന്നെ അവനൊന്നും കാണാനൊന്നും ശരിക്കും പറ്റിയില്ല. കയറിയപ്പം തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു. അവനും ഞാനും കൂടി സമൂസയൊക്കെ കഴിച്ചു. ട്രെയിനിൽ നിന്ന് കിട്ടിയ സമൂസയായിരുന്നെങ്കിൽ ശരിക്കും അടിപൊളി സാധനമായിരുന്നു ഗായ്സ്. അവനതുകൊണ്ട് തന്നെ ആസ്വദിച്ചൊക്കെ കഴിച്ച് എപ്പോഴാണ് എത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പളനിയിലെത്തി.